ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം. അപ്പോൾ ഇന്നലെ നമ്മുടെ കല്യാണ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ആ ഒരു ഡേ ഇന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഓഡിറ്റോറിയം എത്താറായി. ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വാപ്പത വണ്ടി ഓടിക്കുന്നുണ്ട്, ചക്കര അതാ വെഹിക്കലുണ്ട്, നമ്മളവിടെ ജുമാന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രസ് കളർ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ, ഒരു കോഫി ബ്രൗൺ എന്ന രീതിക്കുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഷർട്ട് എടുത്തിട്ട് ഇത് വർക്ക് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വർക്ക് എംബ്രോയിഡറി വർക്ക് ഡിസൈൻ ചെയ്യാൻ, ഹാൻഡ് വർക്ക് ഡിസൈൻ ചെയ്യാൻ കൊടുത്തതാണ്, കസ്റ്റമൈസ് ചെയ്യാൻ. ചക്കരൻ്റെത് അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തതാണ്, മോളതും അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, എൻ്റെത് വേറെ സ്ഥലത്തുനിന്ന്, അവരത് വേറെ സ്ഥലത്ത്. എൻ്റെതും ഇവിടെ തിരൂരിൽ നിന്നും വരത് കൊച്ചിയിൽ നിന്നാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ജുമാനയൊക്കെ ഒരുങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമ്മളിന്നലെ പറഞ്ഞായിരുന്നു ഉമ്മ 2-3 ദിവസം കൊണ്ട് അവിടെ തന്നെയാണ്. ഉമ്മാക്ക് ഇപ്പം ഇന്നിപ്പോൾ രാവിലെ വിളിച്ച ഉമ്മാക്ക് നല്ല പനിയുണ്ട്. പനി പറയുമ്പോൾ ഇന്നലെ രാത്രി മുതലേ ഉമ്മാക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു അല്ലേ അപ്പം? ഇന്നലെ രാത്രി പോയിട്ട് അവിടെ നിന്ന് തന്നെ മാമീൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് അവരെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് പറഞ്ഞു. അപ്പോൾ കല്യാണം ആയപ്പോൾ തന്നെ പനിയായി. അപ്പോൾ കല്യാണത്തിനെ ഒഴിവാക്കാനും പറ്റില്ല, ഒഴിച്ചുവിടാനും പറ്റില്ല, ഒന്നും പറ്റില്ലല്ലോ. ഏതായാലും ഉമ്മക്ക് പനിയാണെന്ന് പറഞ്ഞാലും രാവിലെ വിളിച്ചപ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടാവും. ഞങ്ങളിതേ ഓഡിറ്റോറിയം എത്താനാവണതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ഞാൻ മോള് ഉറങ്ങായിരുന്നു ചക്കരൻ്റെ കയ്യിലിരുന്നിട്ട്. ഇപ്പോൾ അതാ എഴുന്നേറ്റ്. അപ്പോൾ ബാക്കി നമ്മൾ ഇറങ്ങിയിട്ട് ഫുൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം ഗൈസ്. ഇതാണ് കടുവാപ്പള്ളി കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള കടുവാപ്പള്ളി. ഇതാണ് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വരികയും ചെയ്യുകയൊക്കെ ചെയ്യണ ഒരു പള്ളി ഇതാണ്. പലരും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അപ്പോൾ അവിടുത്തെ ഒരു തിരക്കാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ചക്കര എന്താ ചോദിച്ചത്? ലനമോളെ എന്താ അവിടെ പരിപാടി? എന്താ ഇട്ടേക്കണത്? ഓ, പാവാട, ഉടുപ്പ്, ചെരുപ്പ് ഇടായിക്കെങ്ങനെ ഇട്ടോ? എന്തൊട്ട സെറ്റപ്പ് ഗിരിയേട്ടന്റെ. ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. പാവാട, ഫ്രോക്ക്, അതിന്റെ വർക്കുകളൊക്കെ ഉണ്ട്. അതിനിപ്പോ തിരിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. കാലം അവിടെ നിന്നോട്ടെ. അത് സീറ്റ് പിടിച്ചിന്ന് ബാക്കിൽ വരുന്ന വണ്ടികളെ നോക്കിയിട്ട് ടാറ്റ കൊടുക്കുകയും പരിപാടി അവരെയൊക്കെ വിളിക്കണതാണ് കാണുന്നത്. കുഞ്ഞിപ്പാത്തു കൊമ്പൊക്കെ കെട്ടിയിട്ട് അടിപൊളിയായി. നമ്മള് എത്താനായി അല്ലേ അപ്പം? ഏകദേശം നമ്മൾ എത്താനായി. കല്യാണത്തിന് തിരക്ക് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോളി, ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത് വരാം ഗൈസ്. പാർക്കിംഗ് ഫുള്ളാണ് ഇവിടെ, മൊത്തം ഫുൾ പാർക്കിംഗ് നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്ത് തരാം. നിങ്ങളങ്ങോട്ട് നടന്നോളി, നിങ്ങളങ്ങോട്ട് നടന്നോ, ഞങ്ങൾ പാർക്ക് ചെയ്ത് വരാം. വേഗോട്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ പാർക്കിങ്ങിനാണ് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. കാരണം ഹൈവേ റോഡും കൂടി ആയതുകൊണ്ട് റോഡ് സൈഡിൽ ഇട്ടിട്ട് പോയാലും പറ്റില്ല. ഇതേപോലെ ഒതുക്കിയിട്ടില്ലെങ്കിൽ എഴുതി പോവും, ഫൈനും വരും. എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കി നോക്കാം.
ചുമന്ന ചുരിദാർ. പനി പിടിച്ചില്ലേ? പനി പിടിച്ച് രാത്രി പിന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇഞ്ചക്ഷൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ്. ശരീരവേദനയായിരുന്നു രാത്രി. രാത്രിയായപ്പോ ശരീരവേദനയായി. അങ്ങനെ മാമീന്റെ അവിടെ നിന്ന് കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടു. ഇപ്പൊ ഓക്കെ അമ്മ? കുഴപ്പമില്ല, കുറവുണ്ട്. ഉമ്മാരുടെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഓരോരുത്തർ ഡ്രസ്സുകൾ കാണിച്ചു തരാം. ഇനി ലെനമോളത് ഇതാണ്. ലെനമോള് ഉമ്മടുത്ത് പോയിക്കോ. ചെരുപ്പ് വലിച്ചെടുത്തുള്ളൂ. എവിടെ മൈലാഞ്ചി? എവിടെ വളയെല്ലാം ഇട്ടു. ഓ എനിക്ക് ചെരുപ്പ് മാത്രം ചവിട്ടി തെറിപ്പിച്ച് കളയേക്കും. നീ ആരാ? മണവാട്ടിയോ? നീ ആരാ? മണവാട്ടിയോ? കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്. ഓക്കെ. പേടിച്ചില്ലെന്ന് ഇനി ആരും പറയില്ല. പേടിച്ചവരെല്ലാം വീഡിയോയിലുണ്ട്. അങ്ങനെ കെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണല്ലോ അല്ലേ? നിക്കാഹ് 1 വർഷം മുന്നേ കഴിഞ്ഞതാണ്. കാരണം ഇവിടെ നിക്കാഹിൻ്റെ പരിപാടി ഉണ്ടായില്ല, എല്ലാ വർഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞതുകൊണ്ട് താലികെട്ടൽ, മാലയിടൽ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരോടുത്തൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ചക്കറിൻ്റെ ഡ്രസ്സ്. നോക്കട്ടെടി. എന്ത്? ഒന്ന് എഴുന്നേറ്റ് നോക്കട്ടെ. എഴുന്നേക്ക്. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇവിടെ കൈ എവിടെ? വർക്കുള്ള വർക്കുള്ള ഡ്രസ്സിന് വർക്കുള്ള കൈ അതാണ്. 2 കൈ കൂടെ ഉണ്ടല്ലേ വർക്ക്? 2 കൈ കൂടെ വർക്കുണ്ട്. ഒറ്റ കയ്യിൽ വർക്ക്. ചിലപ്പോൾ നിന്നെപ്പോലുള്ളവർക്കൊക്കെ ചെന്നാലോ? നീ നിന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കും. നമുക്കൊന്നും ഒറ്റ സൈഡിൽ വർക്കിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഓൾറെഡി. അതാണ് ഇവർക്ക് പിന്നെ 2 സൈഡിലും. ഇരിക്കുമ്പോ ഉറങ്ങിയാ? ചെരുപ്പിട്ട് കൊടുത്താ? ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ ഇപ്പൊ വലിച്ചെടുക്കും കുഞ്ഞിപ്പാത്തോ. അപ്പൊ കുഞ്ഞിപ്പാത്ത അത് കണ്ടാ വലിച്ചെടുക്കും. ഇനി കണ്ടു, ഞങ്ങളെ കണ്ടു. കണ്ടാൽ ഇനി നിൽക്കൂല. എവിടെ ചെരുപ്പ്? എവിടെ? ചെരുപ്പിട്ട് ഞങ്ങള് ചെരുപ്പ് ഇട്ടു. തിളങ്ങണ. എവിടെ പോണ്? നടക്കാത്ത കുട്ടി എവിടെ പോണത്? പിടിച്ചെടുക്കാനേ പോണത്. അങ്ങോട്ടത് പോവില്ല. ഇങ്ങ് വാ, ഇങ്ങ് വന്നോ. ഇങ്ങ് വാ, പോകണ്ടെങ്കിൽ വാ. ഫോട്ടോ എടുക്കണ്ടേ അമ്മ? ഫോട്ടോ എടുക്കണം അല്ലേ? ആദ്യം ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒക്കെ എടുത്ത് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കുഞ്ഞിപ്പെണ്ണെ ചക്കരയുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല. കുഞ്ഞിപ്പെണ്ണ് കണ്ണിലെന്താടി? നക്ഷത്രം. ഇതാ പോണു. എവിടെ പോണു? അങ്ങ് വാ. പിടിച്ചു വാ. വായോ, പിടിച്ചു വാ. ഏതാ ചിരി? ഓടിയോ. ഇതാണ് ചിരി. എവിടെ ഇരിക്കണത്? വള ഉണ്ടാ? വള എവിടെ മക്കളെ? വള എവിടെ? എന്തേ വള? എന്തേ കൊച്ചപ്പ എവിടെ? ഇവരാ റയാനും ഇവരൊക്കെ ഫാൻസാണ്. 2 പേര് വന്നിട്ടുണ്ട്. എന്താ പേര്? നിസാം. നിന്റെ പേരെന്ത്? നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അങ്ങനെ കല്യാണ ചെക്കൻ്റെ കൂടെയും പെൺകുട്ടിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഭക്ഷണം കഴിക്കണ്ടേ? എന്നാ വരി. സമയം 1:45. നിങ്ങളാരും കഴിച്ചില്ലല്ലോ? ഓക്കെ, എന്നാ ഭക്ഷണം കഴിക്കാം. പാപ്പ എവിടെ? താഴെയുണ്ട്. അവര് പാപ്പയൊക്കെ കഴിച്ചെന്നാണ് തോന്നുന്നത്. എന്നാ കഴിക്കാൻ പോവാം. എന്നാ ഞങ്ങൾക്ക് കഴിക്കാൻ പോവാം. കഴിച്ചാ? എന്നാ ഓക്കെ. കഴിക്കാത്തവരൊക്കെ വരി. ബാക്കി ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ ഫോട്ടോ എടുക്കും. അതിലൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. എല്ലാവരും കഴിക്കാൻ പോയിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഞാൻ ബീഫ് ബിരിയാണി വാങ്ങിയത്. അപ്പോൾ ബീഫ് ബിരിയാണി, അച്ചാർ, സലാഡ്, ഈത്തപ്പഴ അച്ചാറൊക്കെ ഉണ്ട്. ചക്കര കുട്ടി ചോറ് കൊടുക്കാം.
പാപ്പ കഴിച്ചില്ലേ മാം? വാപ്പ കഴിച്ചു. ബാക്കിയെല്ലാവരും കഴിച്ചു, നമ്മളായിരുന്നു ലാസ്റ്റ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഗൈസ്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഉമ്മയാണ്, നമ്മുടെ മാമിയാണ് നിൽക്കണത്. ആ മാമി അതെല്ലാവരെയും ഇതുവരെ തിരക്ക് മാറിയില്ല. കല്യാണം കഴിഞ്ഞെങ്കിലും കല്യാണ പെണ്ണിൻ്റെ തിരക്ക്, കല്യാണ പെണ്ണിൻ്റെ ഉമ്മാൻ്റെ തിരക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ അമ്മ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. ഇവരെ കരയണ സീനൊക്കെ ഇനി എപ്പോഴാണ്? കരഞ്ഞു കഴിഞ്ഞാ അസിനാമി? മറ്റേ കരയണ സീനൊക്കെ എപ്പോഴാണ്? കരയാൻ വയ്യെന്ന് പറയല്ലേ, കരയണം, അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ചെറുക്കനും പെണ്ണൊക്കെ അതാ. മാമ എവിടെ? മാമി മാമ എവിടെ? ആ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, കാല് വയ്യെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല ഇതൊക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ റാഹത്തായില്ലേ? എല്ലാ ഭക്ഷണം എല്ലാം തികഞ്ഞു, വിചാരിച്ച കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും അൽഹംദുലില്ലാ റാഹത്തായിട്ട് മംഗളമായിട്ട് എല്ലാം പ്രതീക്ഷ പോലെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി എപ്പോഴാണ് അടുക്കളയ്ക്ക് പോകണത്? 4 മണിയൊക്കെ ആകുമ്പോൾ പോകും. 2:30 മണി ആയിട്ടേ ഉള്ളൂ. 4 ഉണ്ട് സമയം. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. ഭക്ഷണമൊക്കെ അടിപൊളിയായി, മാഷാ അല്ലാ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്നാലും ബാക്കി വിശേഷങ്ങൾ ഗൈസ്. അങ്ങനെ കല്യാണത്തിൽ കഴിഞ്ഞു. കല്യാണ പെണ്ണ് യാത്ര പറയുന്ന സീനാണ് കാണുന്നത്. നടക്കാൻ പാടാ, അങ്ങോട്ട് ചെല്ലി. രവോട് മഞ്ഞ് പിടിക്കടേ. അടുത്ത ബിരിയാണി തരാനുള്ള ആളാണ് നിൽക്കുന്നത്. പെണ്ണിന്റെ സഹോദരനാണ്. അപ്പോൾ അടുത്ത കല്യാണം ഇവൻ്റെതാണ്. ഞങ്ങൾ വെയിറ്റിന് ഇവൻ്റെതാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അടിപൊളി സൂപ്പർ ചെറുക്കനാണ്, അടിപൊളി പിന്നെ പയ്യനാണ്. ഓക്കെ പോരെ, അതുപോലെ അത്ര പറഞ്ഞാൽ പോരെ. ഓക്കെ എന്താണ് കുപ്പി വെള്ളം കിട്ടി. കുപ്പി വെള്ളം കിട്ടി. ഓക്കെ. അപ്പോൾ ചെക്കനും പെണ്ണൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ പോകും. അവിടെ കുറച്ചിട്ടുണ്ട്. ഫുഡാണല്ലേ കല്യാണമായപ്പോ? ഫുഡ് നാളെ ഫുഡ്. അല്ലേ ആഴ്ചയിൽ 2 കല്യാണം ഉണ്ടെങ്കിൽ അടിപൊളിയായില്ലേ? അങ്ങനെ മാസത്തിലൊരു 8 കല്യാണം. അടുപ്പ് പറ്റിക്കണ്ടല്ലോ. എന്താ സുഖം എന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഉള്ളത് നല്ലപോലെ കഴിച്ചോ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ചക്കര കൈയടക്കി. അതാണ് ചക്കര പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് ആഴ്ചയിൽ 2 കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. അടുപ്പ് പറ്റിക്കണ്ടല്ലോ. എല്ലാം കഴിക്കും. കൊടുക്കാം.
പിന്നെ ചിരിക്കുക എവിടെയെങ്കിലും ഇരുന്നോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കല്യാണം അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് ശേഷം നമ്മളെ നാട്ടിൽ എന്താണ് ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നൊരു പരിപാടിയുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ ഇല്ലേ ചെറുക്കൻ്റെ പരിപാടി? പോവും. ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് അതായത് പെണ്ണിൻ്റെ വീട്ടിലെല്ലാം കൂടി ചെറുക്കൻ്റെ വീട്ടിൽ പോകും. അവിടെ പോയി അവിടുത്തെ വീട് കാണലും സൽക്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെക്കനെ പെണ്ണിനെയും കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും സ്റ്റേ. ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് ചെക്കനും പെണ്ണിനെയും ഇന്ന് പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും സ്റ്റേ ഉണ്ടാവുന്നത്. ഇനി നാളെ എന്ത് ചെയ്യും, ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണിൻ്റെ വീട് കാണും. അതായത് ഇന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെക്കൻ്റെ വീടും കാണും, നാളെ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെക്കൻ്റെ വീടും കാണും. അതിനൊപ്പം ചെക്കനെയും പെണ്ണിനെയും വിളിച്ചുകൊണ്ട് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അതാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ പരിപാടി കാര്യങ്ങളെല്ലാം അടുക്കള എന്ന് പറയും, അതിന് അടുക്കള കാണൽ ചടങ്ങെന്ന് പറയും. അത് കഴിഞ്ഞു നാളെ വരണതിന് മറുവീട് എന്നും പറയും. ഓക്കെ, അപ്പോൾ അതിന് നാളെ വരുള്ളൂ. നാളെ ഒരു ഉച്ച സമയത്തൊക്കെയാണ് അവർ വരുന്നത്. വന്നിട്ട് ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുപോകും, സൽക്കാരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാവും പോകുന്നത്. അപ്പോൾ അതിന് നാളെയാണ് എന്തായാലും വരിക. അപ്പോൾ ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒക്കെ ഗംഭീരമായിട്ട് മംഗളമായിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പാത്തുമ്മ ദാ എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് കല്യാണമൊക്കെ കൂടിയോ? എന്ത് നോക്കണത് കേസ്? ഞാൻ കണ്ണട ഇട്ട് നോക്കിയാണ്. എന്താണ് അബ്ബാണ് അബ്ബ. മനസ്സിലായായിരുന്നു? മനസ്സിലായോ? മൈലാഞ്ചി എവിടെ എൻ്റെ കുഞ്ഞൻ്റെ? മൈലാഞ്ചി ഗായ്സ്, മൈലാഞ്ചി. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഞങ്ങൾ കൂടെ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും മഴ ഇല്ലാത്തതുകൊണ്ട് അതൊരു കിട്ടലാണ്. നമുക്ക് മഴയില്ല അല്ലേ? അപ്പോൾ പിന്നെ ഉമ്മാക്ക് പനി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നെ തന്നെ നോക്കാണ്, കണ്ണടക്കുണ്ട്. ഉമ്മക്ക് പനി കാര്യങ്ങളൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഉമ്മ എന്തായാലും ഇനി നാളത്തെ പരിപാടിയോട് കഴിഞ്ഞിട്ട് ഉമ്മ ഇനി വരത്തുള്ളൂ. കാരണം എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഇവിടെ കല്യാണ വീട്ടിലും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ നാളെ വരും. ജുമാനയുടെ അക്കുവാണല്ലേ കയറിയത്. ജുമാനാക്കും ചെറിയൊരു ഫീവർ ഉണ്ട്, പനിയുണ്ട്. എല്ലായിടത്തും കൂടിയും പനിയും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് കൊണ്ട് ജുമാനാക്ക് ചെറിയ പനിയുള്ളതുകൊണ്ട് ജുമാനയൊക്കെ കുഞ്ഞുമാരുടെയും കൊച്ചാപ്പാരുടെ അവരുടെ കാറിൽ വരാമെന്ന് പറഞ്ഞു. എന്താ നോക്കണത്? എന്നാ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി വിഷയങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ കാണും വരെ ബൈ 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 ബൈ. ടാറ്റ കൊടുക്ക് ടാറ്റ. കുഞ്ഞിപ്പാത് ടാറ്റ കൊടുക്കടി.